ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇത് പുതുക്കിയ ഇപ്പോൾ മാറി വന്നിരിക്കുന്ന 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ ലോക ഭക്ഷ്യദിനം എന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ ജീവികളെയും, അതേപോലെ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം നായയുമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിനെ ബാർട്ടർ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ബാർട്ടർ സമ്പ്രദായം എന്താണ്. ഈ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് മനുഷ്യർ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തു നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം മിശ്രഭോജനം എന്ന് പറയുന്നത് പി എസ് സിയുടെ സ്ഥിരം ചോദ്യം വരുന്നൊരു പോർഷനാണ്. അതേപോലെ അപ്പോൾ ഇതിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ എന്താണല്ലോ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു മേഖലയാണ്. എന്താണ് മിശ്രഭോജനം, എന്നാണ് മിശ്രഭോജനം നടന്നത്? 1917 മെയ് 29 മിശ്രഭോജനം നടന്നത്. എവിടെ വെച്ചാണ് മിശ്രഭോജനം നടന്നത്? എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ചാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ആരാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ മിശ്രഭോജനം എന്താണ്? 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയായിരുന്നു ഈ സമരം നടന്നത്. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇതിൽ നിന്നൊരു പദ്ധതിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം PSC ഒരുപാട് വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഇതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അപ്പോൾ അത് എടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു സാധനമാണ്. അടുത്തത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. അപ്പോൾ എന്നാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്? 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിലുണ്ട്. അപ്പം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 എന്ന് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. എന്നാൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഇത് PSC ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരുപാട് വട്ടം ചോദിച്ചൊരു ചോദ്യമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ്? 2023. ഇപ്പോൾ നമ്മൾ 2026 ആണെങ്കിൽ പോലും അന്നൊക്കെ ആ ചോദ്യം ചോദിച്ചിരുന്നത് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇനി ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഇതിപ്പോൾ പുതിയ SCERT പുസ്തകത്തിൽ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഇത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഉറപ്പായിട്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം? 2023. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പം ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, എന്തൊക്കെയാണ് ചെറുധാന്യങ്ങൾ? ഈ ചെറുധാന്യം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ചെറുധാന്യങ്ങളിനകത്ത് പ്രധാനമായും റാഗി, മണിച്ചോളം, ബാർലി, വരക്, ബജ്ര, തിന ഇതൊക്കെയാണ് ചെറുധാന്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ചെറുധാന്യം അല്ലാത്തത് ചെറുധാന്യങ്ങളോട് തന്നിട്ട് ചോദിക്കും, ഇതിനകത്ത് ഏതാണ് ചെറുധാന്യം, ഇതിലേതാണ് ചെറുധാന്യം അല്ലാത്തത്. അപ്പോൾ ഇതിനകത്ത് ആ വരക്, ബജ്ര, മണിച്ചോളം ഇതൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു മാർക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. ഇതൊരു ചെറിയ പാഠഭാഗമാണ്, 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഇതിലൊരുപാട് കണ്ടൻറ്റുകളൊന്നുമില്ല, ആകെ വളരെ കുറച്ച് കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.